ഇക്കണോമിക്സ് പഠിച്ചാൽ ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാമിനേഷൻ. നമ്പർ 2 IAS, IPS. ദെൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് എക്സാമിനേഷൻ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ. ഈ പറയുന്ന മെയിൻ മഹത്തായിട്ടുള്ള എക്സാംസുകളെല്ലാം എഴുതാനായിട്ട് നമ്മൾ ഏതാണ് ഈ ഇക്കണോമിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സയൻറ്റിസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഈ സയൻറ്റിസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും സയൻറ്റിസ്റ്റുകൾ ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഇക്കണോമിക്സിലും സയൻറ്റിസ്റ്റ് ഉണ്ട്. എ ഗ്രേഡ് സയൻറ്റിസ്റ്റ്, ബി ഗ്രേഡ് സയൻറ്റിസ്റ്റ്, സി ഗ്രേഡ് സയൻറ്റിസ്റ്റ്, ഇങ്ങനെ പല തലത്തിലുള്ള സയൻറ്റിസ്റ്റ് പോസ്റ്റുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. PG 55% മാർക്കോടുകൂടി ക്വാളിഫൈ ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു പൊസിഷനാണ് ഈ സയൻറ്റിസ്റ്റ് പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ദെൻ അതേപോലെ എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നമ്മുടെ ISRO മുതലുള്ള എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ എക്കണോമിക് സയൻറ്റിസ്റ്റിൻ്റെ പോസ്റ്റിനുപരി പ്ലെൻറ്റി ഓഫ് റിസർച്ച് അസിസ്റ്റൻ്റ്, റിസർച്ച് ഓഫീസർ എന്നിങ്ങനെയുള്ള പല പോസ്റ്റുകളുണ്ട്. റിസർച്ച് അസിസ്റ്റൻറ്റിന്, റിസർച്ച് അസോസിയേറ്റ്, റിസർച്ച് അനലിസ്റ്റ് എന്നിങ്ങനെയുള്ള ഡിഫറൻറ്റ് എക്കണോമിക്സ് സെക്ഷനിൽ എന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന പല പോസ്റ്റുകളാണിത്. അതിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനും PG 55% മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ റിസർവ് ബാങ്കിൽ ഇതേപോലെ തന്നെ സയൻറ്റിസ്റ്റ് പോസ്റ്റുകളുണ്ട്. എക്കണോമിക് സയൻറ്റിസ്റ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്. എ ഗ്രേഡ് ഓഫീസറുണ്ട്, ക്ലാസ് 1 ഓഫീസർ, ക്ലാസ് 2 ഓഫീസർ, ക്ലാസ് 3 ഓഫീസർ എന്നിങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അവിടെ നമുക്ക് എന്താണ് എക്കണോമിക്സിന് ഒരുപാട് സെക്ഷനിൽ നമുക്ക് ജോലി പ്രതീക്ഷിക്കാവുന്നതാണ് റിസർവ് ബാങ്കിൽ. ആ സയൻറ്റിസ്റ്റ് പൊസിഷൻ മുതൽ ക്ലാസ് 1 ഓഫീസർ, അതുപോലെ പല ഡിവിഷനിലുള്ള ഓഫീസർ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് റിസർച്ച് അനലിസ്റ്റ്, റിസർച്ച് ഓഫീസർ, റിസർച്ച് അസോസിയേറ്റ് അങ്ങനെയുള്ള പല പോസ്റ്റുകൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്കണോമിക്സിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ പോളിസി മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ എന്താണ് പ്ലാനിംഗ് ബോർഡിലും ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് റിസർച്ച് അസിസ്റ്റൻറ്റ്, റിസർച്ച് അസോസിയേറ്റ് ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് നല്ല ഡെസിഗ്നേഷനാണ്, ഉയർന്ന ഡെസിഗ്നേഷനിൽ തന്നെയാണ് നമ്മളവിടെയൊക്കെ ജോലിക്ക് കയറുന്നത്. അവിടെയും PG 55% മാർക്ക് PG എക്കണോമിക്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഈ പ്ലാനിംഗ് ബോർഡിൻ്റെ ഓഫീസിൽ ജോലി കിട്ടണമെങ്കിൽ, റിസർച്ച് അസിസ്റ്റൻ്റായിട്ടാണ് അവിടെ ജോലി കിട്ടുന്നത്, അവിടെ കിട്ടണമെങ്കിൽ ഇക്കണോമിക്സിലോ മാത്സിലോ കൊമേഴ്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഈ 4 സബ്ജക്റ്റിൽ PG ആണെങ്കിലാണ് നമുക്ക് ഈ റിസർച്ച് അസിസ്റ്റൻ്റ്, റിസർച്ച് ഓഫീസറിൻ്റെ പോസ്റ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതേപോലെ തന്നെ റിസർച്ച് അസിസ്റ്റൻ്റ്, റിസർച്ച് ഓഫീസർ പൊസിഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ PG 55% ഇക്കണോമിക്സിൽ നമ്മൾ ക്വാളിഫിക്കേഷനാണുള്ളത്. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും ഈ പറയുന്ന 4 ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്ക് എന്താണ് ഇതിനുപരി UPSCയുടെ എല്ലാ എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാനായിട്ട് എക്കണോമിക്സ് നമ്മളൊരു ഡിഗ്രി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. കേരള PSCയുടെ എല്ലാ എക്സാമിനേഷനും നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിൽ എക്കണോമിക്സ് ഡിഗ്രിയെ നമുക്ക് അതിനും ഉപയോഗിക്കാവുന്നതാണ്. അതിനുപരി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. LICയിൽ ഉള്ള റിസർച്ച് നമ്മുടെ ഡിഫറെൻറ്റ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെയിൽവേയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ എക്സാമിനേഷനും നമുക്ക് ഈ ഒരു ഡിഗ്രി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിനുപരി എക്കണോമിക്സിലെ 55% മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് UGC നടത്തുന്ന നെറ്റ് ക്വാളിഫിക്കേഷനോടെ
പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ടീച്ചർ പോസ്റ്റിന് റിസർച്ച് അസിസ്റ്റൻ്റ് അല്ല അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിന് നമുക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പം എക്കണോമിക്സിന് നമ്മൾ അറിയാത്ത ഒരുപാട് പൊസിഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതിനുപരി നമ്മൾ എക്കണോമിക്സ് വിത്ത് ഡേറ്റ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് സയൻസ് ഗ്രൂപ്പുകാർ മാത്രം കൈയാളിക്കൊണ്ടിരിക്കുന്ന പല പോസ്റ്റിലേക്കും എക്കണോമിക്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി, അതായത് ബിഹേവിയറൽ എക്കണോമിക്സ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലായിടത്തും നമുക്ക് അതായത് എല്ലാ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം തന്നെ, അതുപോലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലായിടത്തും നമുക്ക് ജോലി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എക്കണോമിക്സ് എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. ഓക്കെ.